ഈ മുകളിലെത്തിപ്പോയി എന്നുള്ള ചിന്ത വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന രോഗമാണ് അദബുകേട്. ഉണ്ടാവും. നമുക്ക് സംഭവിക്കരുത്. നമുക്ക് ഏത് വിഷയത്തിൽ ഉയർച്ച നമുക്ക് അള്ളാഹു തന്നാലും താഴെ ഉള്ളവരിലേക്ക് നോക്കാൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, സിയറു അലാമിൻ നുബലയിൽ കാണാം, നിങ്ങളാണോ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത് എന്ന് വെച്ചു. ഈ ചോദ്യത്തിന്റെ അർത്ഥം പ്രായം കൊണ്ട് വലുത് ആരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സിദ്ദീഖ് അബ്ബാസ് റളിയല്ലാഹുവിന് മനസ്സിലായി. നിങ്ങളാണോ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? ചോദ്യം എങ്ങനെയാണ്? സത്യത്തിൽ അബ്ബാസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനാണ്. നബി തങ്ങളെക്കാൾ പ്രായം കുറച്ചാണെങ്കിലും മൂത്തതാണ്. ചോദ്യം ഇങ്ങനെ അബ്ബാസ് റളിയല്ലാഹു നിങ്ങളാണോ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ? അപ്പൊ ഈ വലുത് എന്ന പ്രയോഗം അവിടെ വന്നോണ്ട് അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു ഉത്തരം നോക്കണേ. അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉത്തരം ഹുവ അക്ബറു മിന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നേക്കാൾ വലുത്. വവുലിത്തു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂ. ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഈ സഖാഫി നിങ്ങളുടെ കൂടെ പഠിച്ചത് എന്റെ കുറെ ജൂനിയർ ആണ്. കണ്ടില്ലേ, ചില ആൾക്കാർ പറയുന്നില്ലേ, അബുദാബിയിലൊക്കെ പേരോടൊക്കെ വന്ന അധികം എന്റെ റൂമിൽ തന്നെ. നിങ്ങൾ ചിത്താരിയുടെ ശേഷന മൂപ്പർക്കല്ല നമ്മളല്ലേ ഫുഡ് കൊടുത്തത്. ഇപ്പം പോയ ഉസ്താദിനെ കുറിച്ചൊക്കെ പറയും, പൊന്മളല്ല എന്റെ വണ്ടി തന്നെ സഞ്ചരിക്കല്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊക്കെ കുറച്ച് ഓവറായി പോയി. റസൂലുള്ളാഹിയാണ് എന്നേക്കാൾ വലുത്. വവുലിത്തു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നല്ലേ ഉള്ളൂ. കണ്ടോ, എന്താണ്? അതാണ് ഇസ്ലാം. അപ്പൊ ഹൃദയത്തിന് ഒരു രോഗവും വരാതെ നമ്മുടെ ഖൽബിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്ന് എന്ന് കരുതിയിട്ട് അള്ളാന്റെ ഇഷ്ടം കുറയൂല, അള്ളാന്റെ ഇഷ്ടം കൂടെ ചെയ്യാം. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹു. ശരീരത്തിന് അസുഖം, പനി ബാധിച്ചാൽ ദോഷം പൊറുക്കും, തലവേദന വന്നാൽ ദോഷം പൊറുക്കും, കാലുവേദന വന്നാൽ ദോഷം പൊറുക്കും. കണ്ടോ, ടെൻഷൻ വന്നാൽ ദോഷം പൊറുക്കും. ശരീരത്തിന് അസുഖം ബാധിക്കാതിരിക്കാനല്ല, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, നമ്മുടെ ഖൽബിന് ഒരു രോഗവും വരാൻ പാടില്ല. ഒന്നും ഇല്ലാതെ ചെയ്യുന്ന അമൽ എത്ര കുറച്ചാണെങ്കിലും ഇഖ്ലാസോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഖ്ലാസോടെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഇഖ്ലാസ്? ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ നേരത്തെ പറഞ്ഞ ജാമിഉൽ ഉലൂം വൽ ഹികമിൽ എഴുതി വെക്കുന്നു, മണലിലൂടെ നടന്നു പോകുന്നവനെ പോലെയാണ് മുഖ്ലിസ്. അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം? ഒരാൾ മണലിലൂടെ നടന്നു പോയാൽ ഒരു ശബ്ദം ഉണ്ടാവില്ല അയാൾ നടന്നതിന്റെ, പക്ഷെ അടയാളം ഉണ്ടാവും. എന്ന പോലെ അയാൾ ജീവിച്ചതിന്റെ അടയാളങ്ങൾ, കുറെ സ്ഥാപനവും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ടാവും, സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാവും. പക്ഷേ അയാൾ ഒരു ഫോട്ടത്തിലും കുടുങ്ങിയിട്ടുണ്ടാവില്ല, ഒന്നിലും അയാൾ ഉണ്ടാവില്ല. ജീവിച്ചതിന്റെ ശബ്ദങ്ങളില്ല, ജീവിച്ചതിന്റെ അടയാളം മാത്രം.